ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ അധ്യക്ഷനെ ലഭിച്ചിരിക്കുകയാണ്. പുതിയ മാർപ്പാപ്പയെ നമുക്ക് ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ലിയോ 14 പേരാണ് മാർപ്പാപ്പ സ്വീകരിച്ചത്. ലിയോ 14 മാർപ്പാപ്പയ്ക്ക് പരിചിതമായൊരു നാടാണ് നമ്മുടെ സ്വന്തം കേരളം. 2 തവണ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുകയും ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആലുവ തായ്ക്കാട്ടുകരയിലാണ് ഇന്ത്യയിൽ അഗസ്റ്റീനിയൻ സഭയുടെ മാതൃകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മിതഭാഷയും നിലപാടുകളുള്ള വ്യക്തിത്വവുമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് കേരളത്തിലെ അഗസ്റ്റീനിയൻ സഭാംഗങ്ങൾ പറയുന്നുണ്ട്. വിദ്യാഭ്യാസ സേവന രംഗങ്ങളിൽ സജീവമാണ് അഗസ്റ്റീനിയൻ സന്യാസ സഭ. വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിന് തൊട്ടുമുന്നിലാണ് സഭാസ്ഥാനം. ഇന്ത്യയിൽ 100-ൽ താഴെ സഭാംഗങ്ങളേ ഉള്ളൂ. കേരളം കൂടാതെ തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ സജീവമാണ് അഗസ്റ്റീനിയൻസ്. മുൻപ് ഇന്ത്യയിലെത്തിയപ്പോൾ രാജ്യത്തെ അഗസ്റ്റീനിയൻ സന്യാസ ഭവനങ്ങൾ പ്രയോർ ജനറലായിരുന്ന കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രേവോ സന്ദർശിച്ചിരുന്നു. ആലുവയിലായിരുന്നു തങ്ങിയത്. കേരളവും പെരിയാറുമെല്ലാം അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചിരുന്നതായി അഗസ്റ്റീനിയൻ സന്യാസ സഭാംഗങ്ങൾ ഓർക്കുന്നു. 2004 ഏപ്രിലാണ് ആദ്യമായിട്ട് വരുന്നത്. പിന്നീട് 2006 ഒക്ടോബർ മാസം ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും പണ്ട് ഇന്ത്യയിലേക്ക് വന്ന സമയത്തുള്ള ഓർമ്മകൾ പുതുക്കുകയും ചെയ്യുകയായിരുന്നു. ഈ ഹൗസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തൊട്ടു മുന്നിൽ തന്നെ പുഴയാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ കാണാനുള്ള ഭംഗിയുള്ളതാണെന്നുള്ള കാര്യങ്ങളേക്കെല്ലാം പെരിയാറിൻ്റെ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ചു. കർദിനാൾ റോബർട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ആളെന്ന്. കേരളത്തിൽ വൈദികരുടെ സ്ഥാനാരോഹണ ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇടക്കൊച്ചിയിലും കൊല്ലത്തും തലപ്പുഴയിലും അഗസ്റ്റീനിയൻ ഭവനങ്ങളുണ്ട്. കേരള സന്ദർശന വേളയിലെ അദ്ദേഹത്തിന്റെ ലാളിത്യവും പൊതുവിഷയങ്ങളിലെ നിലപാടുകളുമെല്ലാം അഗസ്റ്റീനിയൻ സഭാംഗങ്ങൾ എടുത്തു പറയുന്നു. പ്രയർ ജനറലായിരുന്നതുകൊണ്ട് ഒരു ഭയങ്കര ഞങ്ങളോടൊക്കെ ഭയങ്കര അടുപ്പം കാണിക്കുന്നൊരു പിതാവാണല്ലോ. കാരണം വെച്ചാൽ ഫാദർലി ലവ്, അത് മാത്രമല്ല ഒരു സിംപ്ലിസിറ്റിയുടെ അങ്ങേറ്റം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്രയും സിമ്പിളാണ് പുള്ളി. നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കുന്നതും പിന്നെ നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ സമയത്തും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്ന് ഇവിടെ താമസിച്ചെടുത്തപ്പോൾ ഇവിടെയാണ്. അന്ന് ഇതിപ്പോൾ റെനോവേറ്റ് ചെയ്ത മുറിയാണ്, പക്ഷെ അതായത് ഇവിടെ തന്നെയാണ് ഞങ്ങൾ അന്ന് താമസിച്ചത്. ശരിക്കും പുള്ളി അർഹിക്കുന്നതാണ് അത്ര. കാരണം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിന്തകളുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ഒരു ചിന്ത. ലത്തീൻ രൂപതകളോട് ചേർന്നാണ് അഗസ്റ്റീനിയൻ സഭയുടെ പ്രവർത്തനം. മാർപ്പാപ്പ ഇന്ത്യയിലെത്തിയാൽ വീണ്ടും പെരിയാറിന്റെ തീരത്തെ സെന്റ് അഗസ്റ്റിൻ സ്റ്റഡി ഹൗസിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് സന്യാസ സമൂഹം. ലിയോ 14 മാർപ്പാപ്പയുടെ ഇവിടുത്തെ സന്ദർശനവും സൗഹൃദം പങ്കിടലുമെല്ലാം അഗസ്റ്റീനിയൻ സഭാംഗങ്ങൾക്ക് എന്നും മധുരിക്കുന്ന ഓർമ്മയാണ്. അനീഷ് തോട്ടയ്ക്കാടിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.